സാധനം സെറ്റാക്കണ അരിക്കുള്ള കരി സാധനങ്ങൾ സെറ്റാക്കാനായിട്ട് ചെറിയ ഇഷ്ടി കൊണ്ട് ചെറിയൊരു സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ചെറുതൊക്കെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് മതി. ഇതിൽ കുറച്ച് കരിയൊക്കെ ഇട്ട് കത്തിക്കാനുള്ള പരിപാടി. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ്റെ പരിപാടികൾ മസാലയൊക്കെ സെറ്റപ്പ് ആക്കാം. അപ്പം അതിലേക്ക് ഇനി നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ചിക്കൻ. നല്ല അടിപൊളിയായിട്ട് കഴുകി മുട്ടപ്പനാക്കിൻ്റെ. ഇനി നമ്മളിത് അൽഫാമിൻ്റെ സൈസിൽ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കഴുത്തൊന്നും വേണ്ട, നമുക്ക് കഴുത്തൊക്കെ മുറിച്ചളയാം. ആദ്യം അവനെ ഒന്ന് സെൻറ്റർ അങ്ങനെ മുറിക്കുക. നല്ല അടിപൊളിയായിട്ട് മുറിച്ച് ഒന്നുകൂടി സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തേക്ക് ഇടാം. ഈ കഴുത്തിൻ്റെ വശം കട്ട് ചെയ്യുക. നമുക്ക് വേണ്ട സാധനം മാറ്റി വയ്ക്കുക. എന്നിട്ട് ചിക്കൻ ഒന്നുകൂടി നമുക്കിതിലിടാം. അതിന് ശേഷം നമുക്ക് ചിക്കനിലേക്കുള്ള കുറച്ച് അൽഫാമിൻ്റെ മസാല റെഡിയാക്കണം. അതിനുള്ള ഐറ്റംസുകളാണിത്. അപ്പോൾ ഈ ചെറിയ ജാർ എടുക്കുക. ആ ജാറിലേക്ക് കുറച്ച് പുതിനയില, മല്ലിയിലയും. അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലിടാം. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അതിനോടൊപ്പം കുറച്ച് പുതിനയില, പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിടുക. ഇഞ്ചിയൊക്കെ ഒരു കുറച്ച് ആവശ്യത്തിന് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. ചെറുതാക്കി അരിഞ്ഞിടുക. വെളുത്തുള്ളി നമ്മൾ എടുത്തേക്കണം എത്രയാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു കുടം വെളുത്തുള്ളി ഫുള്ളായിട്ട് നന്നാക്കിണ്ട്. അത് ഫുള്ള് ഈ ജാറിലേക്ക് ഇടാം. പിന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുക. ഇതിപ്പോൾ അൽഫാമിൻ്റെ മസാലയാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. നാടൻ സ്റ്റൈല് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്കും നല്ല രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ വീട്ടിലാകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. നല്ല വയറിന് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ മസാലയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റാക്കണം. തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ ഒരു 3-4 മുളക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള സാധനം നമ്മളിതിലേക്ക് അരിഞ്ഞിടണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയാണ്. അതിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ചെറുത്, 1 സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 2 വലിയ സ്പൂൺ തൈരും, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ മറ്റേലേക്ക് ചേർക്കണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കണത് മുളക് പൊടി, പിന്നെ ഇതാ കുറച്ച് തൈര് നമ്മൾ പറഞ്ഞ 2 സ്പൂൺ ഫുള്ള്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇടാം. ഒരു ചിക്കനിലേക്കാണ് ഒരു 2-3 സ്പൂൺ ഉപ്പിടാം. എന്നിട്ട് ഇത് അരച്ചിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണത്. അപ്പോൾ ഇതിനെ അരച്ചിട്ട് വരാൻ മതി. അപ്പോൾ നമ്മുടെ മസാല സെറ്റ് ആയിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ കോഴീനെ ചെറുതായിട്ട് ഇങ്ങനെ വരയുക. മസാല ശരിക്കും സെറ്റാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറുക്കുക. അല്ലാണ്ട് ചെറുതാക്കണ്ട, അപ്പോൾ പൊട്ടും ഈ വേവുമ്പോൾ. അങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ വരണ്ട. ഇങ്ങനെ എല്ലായിടത്തും മസാല പിടിക്കണ പോലെ വരയാ. കണ്ടാ, ഉള്ളിലും അതുപോലെ തന്നെ അങ്ങനെ വരയാ. എന്നിട്ട് നമുക്കിതിവിടെ വയ്ക്കാം. ഒരെണ്ണം കൂടി വരയാണ്ട് നമുക്ക് ഇതുകൊണ്ട് വരയാനാണ്.
വശം കുറച്ച് അടുപ്പിച്ചാക്കിയതിന് കുഴപ്പമില്ല, കാരണം അവിടെ മാംസം കൂടുതലുള്ള കാരണേ നല്ലോണം മസാല സെറ്റ് ചെയ്തത് അതിലിങ്ങനെ അറിയാം. അങ്ങനെ വരഞ്ഞതിന് ശേഷം നമ്മൾ ഇതോടെ വെച്ചിട്ട് ഒരു കുറേശ്ശെ മസാല ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് മറിച്ചും തേക്കുക. അടുത്ത പീസ് എടുക്കുക. അതുപോലെ തേച്ച് മാംസത്തിൻ്റെ ഇടയിലേക്കൊക്കെ ശരിക്കും അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. മസാല അങ്ങനെ സെറ്റാക്കിയ അല്ലാതെ തേച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്കൊരു മണിക്കൂറോളം അത് എടുത്ത് വെക്കണം, എന്നാലും അത് അതിൽ ശരിക്കും പിടിക്കുള്ളൂ. തേച്ച് സെറ്റാക്കുക. സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ തേച്ച് ഇതാക്കിയിട്ട് സെറ്റാക്കാം. ഇതിലേക്ക് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കുക. ഒരു മുറി മതി, പുളി രസം കൂടും. ഈ സാധനം നമ്മൾ ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി, അപ്പോൾ ഒന്നുകൂടിയും മസാലയൊക്കെ അതിലും പിടിക്കും. ചിക്കൻ്റെ മസാലയൊക്കെ പുരട്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് വെച്ചതിൻ്റെ സമയം കൊണ്ട് ഇത് കനലാക്കാം. നമുക്കൊന്ന് കത്തിച്ചിട്ട് സാധനം കുറച്ച് കർപ്പൂരം ഇട്ടുണ്ട്. ഇതിൽ കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റപ്പ് പോകും തീ. ഇതിൽ നിന്നിട്ട് കത്തിച്ചൊന്ന് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കുറച്ച് ഷർട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം മുകളിൽ. ഇതാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ പോണ ഗ്രില്ല്. ഇത് മാർക്കറ്റിലൊക്കെ നമ്മുടെ അവിടെ പോയി കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. 10-350 രൂപ ആ ഒരു വിലയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹാർഡ്വെയർ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ മെഷ് മേടിക്കാൻ കിട്ടും. അപ്പോൾ മെഷ് ഇതിൻ്റെ മുകളിലിട്ടായാലും നമുക്ക് അൽഫാം ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കിയിട്ട് ഇനി നമ്മളതിൽ ഈ ഗ്രില്ലിലേക്ക് പതുക്കെ എടുത്ത് വെക്കണം. അങ്ങനെ വെച്ച് അതുപോലെ തന്നെ ഒരു പീസും കൂടി നമ്മളെ എടുത്തത് ഇങ്ങനെ എടുത്ത് വെക്കണം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടായി നിൽക്കണ ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ വെക്കുക. പിന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചങ്ങോട്ട് വെക്കുക. അതാണ് ചെയ്യേണ്ട കേസ്. 5 മിനിറ്റ് കൂടുമ്പോൾ വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കരിയാനുള്ള ചാൻസ് കൂടും. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഫാമിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം സെറ്റായി നമ്മുടെ അൽഫാം. അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഉള്ളിലേക്ക് ആ കറക്റ്റ് വേവും, പിന്നെ അതിൻ്റെ ആ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നല്ല അടിപൊളിയാവും. പിന്നെ ഇടയ്ക്ക് ഒരു ലേശം അധികമല്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുപ്പോൾ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ
ഒരു മൊരിച്ചിലൊക്കെ കിട്ടും. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അടിയിലത്തെ കനലൊക്കെ കത്തിപ്പിടിക്കും. കുറച്ച് ഇങ്ങനെ നല്ലോണം മാംസമുള്ള ഭാഗമില്ലേ, നെഞ്ചടിയുടെ ഭാഗത്ത് മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതങ്ങനെ ഒന്ന് മൊരിഞ്ഞിട്ട് ആ മണം വരുമല്ലോ, എന്താ മണത്തിൻ്റെ ആ ഒരു ഇതെന്നറിയാം. അവിടെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ശരിക്കും അൽഫാമിൻ്റെ മണമായി ഒടുങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ അൽഫാം സെറ്റ് ആവട്ടെ, പക്കയാവും. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടാട്ടാ. അപ്പോൾ ഓയിലിടണം എന്നല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇടണമെന്നില്ല. ഒലിവ് ഓയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിലിടാം. ചിലവർക്ക് ആ ഒലിവ് ഓയിലിന് കുത്ത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഇപ്പോൾ ഏകദേശം ആയിണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം അങ്ങോട്ട് ശരിയായിട്ട് നമ്മൾ സാധനം ചെറുതായിട്ടൊന്ന് ഗാർണിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് അങ്ങോട്ട് വെക്കണം സാധനം. നല്ല മൊരിഞ്ഞ സൂപ്പർ സാധനമായിട്ടിരിക്കണ. ഇപ്പോൾ ഞങ്ങളത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കാം. ഒരു കഷ്ണം എടുത്ത് പൊട്ടിച്ച് നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. സൂപ്പറായിട്ട് അപ്പം എല്ലാവരും വീടുണ്ടാക്കിയ ടൈപ്പ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ടേസ്റ്റിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ.